ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഗുരു നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം വിശേഷമാകുവാൻ പോകുകയാണ് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നാളെയാണ് പൂർണിമ. ഇവിടെ ഈ ഒരു പൂർണിമയ്ക്ക് ശേഷം കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചില ആൾക്കാരോട് സംസാരിച്ചിട്ട് കുറേ നാളായി കാണും. അപ്പോൾ വീണ്ടും ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതായിട്ട് ഇതും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു പൂർണിമയ്ക്ക് ശേഷം ഗുരുപൂർണിമയ്ക്ക് ശേഷം പഴയ ആൾക്കാരുമായിട്ടൊരു സമ്പർക്കം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നു, നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ അറിയുന്നത്. അതായത് നിങ്ങൾക്ക് ഇതുവരെയും അറിയാത്ത പല കാര്യങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് ശാന്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇതറിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത്രയും വലിയ ജസ്റ്റിസ് എൻ്റെ കൂടെ സംഭവിച്ചോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് തോന്നും. കുറച്ചൊരു ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ലൈഫ് കുറച്ചൊന്ന് ചേഞ്ച് ആവാൻ പോവുകയാണ്. സാംസ്കാരികമായിട്ടുള്ള തലത്തിലല്ല, സ്പിരിച്വാലി തലത്തിലാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ആവാൻ പോകുന്നത്. അതായത് ആത്മീയമായിട്ടുള്ള രീതിയിൽ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ വർക്കാവുക, പല കാര്യങ്ങളും മുൻകൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ 7 നമ്പറിൻ്റെ ആ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതായത് എന്തോ ഒരു വിഷമം ഇല്ലെങ്കിൽ മോശം സ്ഥിതി, ഇതിൻ്റെ ആ ഒരു വേദന ഭയങ്കരമായിട്ട് നിങ്ങളെ അലട്ടുന്നു. ഈ ഒരു സമയം ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ടിരുന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ സത്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട്, ആരോ നിങ്ങളെ ചതിച്ചതായിട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പൂർണിമയ്ക്ക് ശേഷം. ഇവിടെ എന്തായാലും ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സ്ഥലങ്ങളിൽ അതിസംവേദനശീലരാകുന്നു നിങ്ങൾ. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇതൊക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യാത്ര മറ്റുള്ളവരെയും കാട്ടി വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കുക മുൻകൂട്ടി. ഇവിടെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സ് നിറയെ വിഷമമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആരോടായാലും അത് നിങ്ങൾ തുറന്നു പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി, അതായത് ഇവരോട് പറഞ്ഞാൽ ആരോടും പറയത്തില്ല എന്ന് വിശ്വാസമുള്ളവരോട് നിങ്ങളുടെ ആ മനസ്സിലെ വിഷമമെല്ലാം പറഞ്ഞ് റിലീസാക്കുക. നിങ്ങൾ അത്രമാത്രം വേദന മനസ്സിൽ വച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ സ്പിരിച്വൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് 2 രീതിയിലാണ് ലഭിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ ആധാരത്തിൽ, അതായത് എല്ലാം നേരെയാകും, നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയത്തില്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഹൃദയത്തിലൊരു സമാധാനം ലഭിക്കത്തില്ലേ, അങ്ങനെ. 2, നിങ്ങൾക്കിഷ്ടമുള്ള ആൾ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾ, അവരോട് നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകളും വിഷമങ്ങളും എല്ലാം പറയുക. ഈ 2 രീതിയിലാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്, സ്പിരിച്വലായിട്ടൊരു സപ്പോർട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 666 ആ ഒരു എനർജിക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് സമയം മുന്നേ വരെ നിങ്ങൾക്ക് 555 ആ ഒരു എനർജിയാണ് കാണാൻ സാധിച്ചത്. ഇനി 666 എനർജി ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ 666 ആ ഒരു എനർജി നിങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചതിയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയും നിങ്ങൾ ആ വേദനയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 666 ആ ഒരു എനർജി ഒരു പാറ്റേൺ അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ 66 ആണ് കാണുന്നതെങ്കിൽ ഒരു പാറ്റേൺ, നിങ്ങളുടെ ലൈഫിൽ ഒരു പാറ്റേൺ അവസാനിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യ അവസ്ഥ എന്ന് പറയുന്നത് 10 വർഷം പിറകിലോട്ട് നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു ആരോഗ്യാവസ്ഥ എന്താണോ ആ ഒരു ആരോഗ്യാവസ്ഥയാണ് ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഗുരു പൂർണിമയ്ക്ക് ശേഷം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ്
പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നത് 10 വർഷം മുന്നോട്ട് പോയിട്ടുള്ള ആരോഗ്യാവസ്ഥയാണ് നിങ്ങളുടേത് ഇപ്പോൾ എന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ ആരോഗ്യാവസ്ഥ 10 വർഷം പിറകിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം എന്തായിരുന്നു അതേ ആരോഗ്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗുരു പൂർണിമയുടെ ദിവസം ഗുരുവിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഗുരു പൂർണിമയുടെ അന്ന് നിങ്ങളുടെ ഗുരുവിൻ്റെ ആ ഒരു കൃപ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് നല്ലതായിട്ട് പോകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ ആ ഒരു എനർജി എപ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുന്ന സമയം, ആ സമയത്താണ് ഗുരു ഭഗവാന്റെ ആ ഒരു എനർജി നിങ്ങൾ കൂടുതലായിട്ട് വർക്കാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഓവർ തിങ്കിങ് ചെയ്യുന്നത് കുറയ്ക്കണം. ഇവിടെ ഹനുമാൻ സ്വാമിയെ നിങ്ങൾ ഗുരുവായിട്ട് വച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ അദ്ദേഹം ഒരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് തരത്തില്ല. ഏതെങ്കിലും വ്യക്തിയുടെ ആധാരത്തിൽ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അറിവ് തരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ ആധാരത്തിലോ ഏതെങ്കിലും വ്യക്തി മുഖേനയോ സൈനിലൂടെയോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ബ്ലെസ്സിങ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യം വളരെ നാളായിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ഗ്രോത്ത്, പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ഗുരു പൂർണിമ വളരെ വിശേഷമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം. ഓവർ തിങ്കിങ് നിങ്ങൾ ഒരിക്കലും ചെയ്ത് ഓവർ തിങ്കിങ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് ഇല്ലാതാവുന്നത്. അപ്പോൾ ഞാൻ ഓരോ കാര്യവും നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. നെഗറ്റീവ് ആവാൻ പാടില്ല, ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അടുത്തുള്ള ബന്ധുക്കളില്ലേ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ, അവരുമായിട്ട് ഒരു സംസാരം ഉണ്ടാവും. അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗുരു പൂർണിമയ്ക്ക് ശേഷം ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ശാന്തമായിട്ട് ബിഹേവ് ചെയ്യുക. ആവശ്യമില്ലാതെ ആരോടും നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ പോലും വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയെ ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക, ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കാരണം അവിടെ കൂടുതലായിട്ട് മോശം അവസ്ഥയിലേക്ക് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു കലഹം മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. ഓപ്പോസിറ്റ് വ്യക്തി എത്ര തന്നെ ദേഷ്യപ്പെട്ടാലും നിങ്ങൾ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ ചതിച്ച ആൾക്കാർ എല്ലാവരും ആൾക്കാരുടെ കൺമുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരുടെയും കൺമുന്നിൽ ആ വ്യക്തികൾ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം അവേക്കനിങ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇനി നിങ്ങളുടെ ആ ഒരു എനർജി ഇമോഷണലിൽ നിന്ന് പ്രാക്ടിക്കൽ ആവുന്നതിൽ ആ ഒരു യാത്രയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ പ്രാക്ടിക്കലാകും. അങ്ങനെ ഒരു യാത്രയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആൾക്കാർക്ക് ഇനി അറിയാൻ പോലും പറ്റത്തില്ല എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനൊരു മാറ്റം വന്നു എന്ന്. ഇത്രത്തോളം ഇമോഷണൽ ആയിരുന്ന വ്യക്തി ഇത്ര പ്രാക്ടിക്കൽ എങ്ങനെയായി എന്ന് അവർ ചിന്തിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലാകുന്നു എന്ന് ചോദിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒരേ പാറ്റേൺ തന്നെ അനുഭവിച്ച് നിങ്ങൾ തളർന്നു പോയി. ഇനി വയ്യ നിങ്ങളെ കൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം പ്രാക്ടിക്കലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രമാത്രം ഒരു ബൗണ്ടറി സെറ്റാക്കുകയാണ്. ഇനി ആരും നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. അതിനു വേണ്ടി ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഏതെങ്കിലും സ്വപ്നത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ സൈൻ്റെ രൂപത്തിലോ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്തെത്തിച്ച് കാണും. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇവിടെ ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഗുരു പൂർണിമയുടെ ഏറ്റവും വലിയ ഗൈഡൻസ് എന്ന് പറയുന്നത് ഗുരു പൂർണിമയുടെ ശേഷമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് നിങ്ങൾ ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ കേൾക്കുക. ഇവിടെ ഈ ഒരു സമയം ആരുടെയെങ്കിലും ഒരു ഉപദേശം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുക. പക്ഷേ ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അതായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ അവർ പറയുന്നത് പോലെ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു വാക്കുകൾ കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ ഈശ്വരൻ നിങ്ങളെ ഹയ്യസ്റ്റ് ആയിട്ടുള്ളൊരു റെക്കഗ്നേഷൻ കിട്ടുവാൻ വേണ്ടി ഇപ്പോഴേ തയ്യാറാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഒരു കാര്യം ഞാൻ പലപ്പോഴും കുറേ പ്രാവശ്യം റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വയറ് ൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ വയറ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും തലയിലൊരു ഭാരം ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. ഇവിടെ തലയിൽ ഒരു ഭാരം ഉള്ളത് കാരണം നിങ്ങളുടെ ഒരു ശ്രദ്ധയും ഒരിടത്ത് നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പല സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൻ്റെ ആ ഒരു ശ്രദ്ധ എപ്പോഴും വയ്ക്കുക. തെറ്റായ ആഹാരം കഴിക്കരുത് നിങ്ങൾ. ഇവിടെ ജങ്ക് ഫുഡ്സ്, ആവശ്യമില്ലാത്ത ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ട്. അത് കഴിക്കുന്നതൊന്ന് നിർത്തുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഹയസ്റ്റ് ക്വാളിറ്റിയിലുള്ള വർക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിങ്ങൾ എന്താണോ കഠിനാധ്വാനം ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ശരീരവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ദൈവം പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഇവിടെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് വളരെ ചെറിയ രീതിയിലുള്ള മാറ്റമല്ല, വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ 5555 കണ്ടു, ഇപ്പോൾ 6666 കാണാൻ പോകുന്നു. ഇതൊക്കെ വലിയൊരു മാറ്റമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഇനി നല്ല രീതിയിൽ വർക്കഹോളിക് ആകുന്നതാണ്. നിങ്ങളുടെ കൂടുതൽ സമയം നിങ്ങളുടെ വർക്കിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എത്രമാത്രം കുറവ് ലൈഫിൽ ഉണ്ടായാലും നിങ്ങൾക്കതൊരു കുറവായിട്ട് തോന്നത്തില്ല. അതൊക്കെ നിങ്ങൾ ഒരു സിമ്പിൾ വേയിൽ അതിനെയൊക്കെ കാണും. ഇതെന്താ കുറവ്, ഇതിനെക്കാട്ടി അപ്പുറത്തെ കുറവല്ലേ ഞാൻ അനുഭവിച്ചത് എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എല്ലാ കുറവിനെയും കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു ഭാവം വളരെ ശ്രേഷ്ഠമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട്. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു ബുദ്ധിയുടെ ആശീർവാദം ലഭിക്കത്തില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് വേണോ സാധ്യമാകും. അത് ദൈവം അവർക്ക് അറിഞ്ഞു കൊടുക്കുന്നതാണ്. ഇന്ന സമയം നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിയുടെ ആശീർവാദം കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ ദൈവം അറിഞ്ഞു കൊടുക്കുന്ന ആശീർവാദമാണത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ബുദ്ധിയെ ആരോ കെട്ടിവച്ചേക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഇവിടെ മുന്നേ നിങ്ങളുടെ ബുദ്ധി ആരോ കെട്ടിവച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല, നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻറ്റ്യൂഷൻസും എല്ലാം തോന്നുന്നത്. നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കൺട്രോളിലായതുകൊണ്ടാണ്. ഇനി ദൈവം നിങ്ങളുടെ ഊർജ്ജം എന്താണ് നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരും. നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇവിടെ സഡനായിട്ട് എന്തോ ഒരു ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി അങ്ങോട്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ സഡനായിട്ടൊരു ഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സഡനായിട്ടൊരു ഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു നല്ല കാര്യം ഈ ഗുരു പൂർണിമയ്ക്ക് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഇവിടെ ഈ ഒരു ഗുരു പൂർണിമയ്ക്ക് ശേഷം ഉള്ള 10 ദിവസം, ആ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തോ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട്, പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ടോ, ഫൈനാൻഷ്യൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ, പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 10 ദിവസം പോലും എടുക്കത്തില്ല, 6 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് സെലിബ്രേഷൻ ആയാലും നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവം എനിക്ക് ഇങ്ങനൊരു സെലിബ്രേഷൻ അങ്ങ് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ. ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെ ഒരു ആഗ്രഹം പൂർണ്ണമാകുക, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളെ സെൻട്രലിൽ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ സെൻട്രലിലുള്ള ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതിലൂടെ മറ്റ് പല ആഗ്രഹങ്ങളും പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല കാര്യമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു റെക്കഗ്നേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ റെക്കഗ്നേഷനാണ് എനിക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതായത് ദിവസം അല്ലെങ്കിൽ മാസം അത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കും. ഇനി തൊട്ട് ആ ഒരു ദിവസവും ആ മാസവും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റെക്കഗ്നേഷൻ തരാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ആ ഒരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾക്ക് റെക്കഗ്നേഷൻ തരാൻ പോകുന്നത്.
ഇനി ഒരിക്കലും ദൈവത്തിനോട് ഇങ്ങനെ ഒരു വിഷമം പറയല്, ദൈവമേ എൻ്റെ കാര്യത്തിൽ ന്യായം ചെയ്തില്ലല്ലോ അങ്ങ്, അങ്ങനെ ഒരു പ്രാവശ്യം പോലും നിങ്ങളിനി പറയരുത്. ദൈവം അതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇനി അങ്ങോട്ട് നിങ്ങൾ പറയാൻ പോകരുത്. ഇവിടെ ആരൊക്കെയാണോ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം തന്നത് അവർക്ക് കർമ്മ റിട്ടേൺ സ്റ്റാർട്ടായി തുടങ്ങി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ. ഈ ഒരു ഗുരു പൂർണിമ നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതാവുന്നതാണ്. ഈ ഒരു ഗുരു പൂർണിമ നിങ്ങൾക്ക് വിശേഷമല്ല, വളരെയധികം വിശേഷമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ വലിയൊരു വിക്ടറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ശബ്ദത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം നമുക്ക് നല്ലതായിട്ട് വരണമെന്ന് ഉണ്ട് എങ്കിൽ നമുക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനൊരു സ്ഥിതി ക്രിയേറ്റ് ആകും, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സ്ഥിതി. അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. നമുക്ക് ദേഷ്യം പുറത്ത് കളയാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും ശബ്ദം മുഖേനയാണ് അവരുടെ ആ ഒരു ദേഷ്യം പുറത്ത് കളയുന്നത്. അതൊരിക്കലും പാടില്ല. ആ ദേഷ്യ സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ മോശമായിട്ട് മറ്റുള്ളവർക്ക് നേരെ ഉണ്ടാവുന്നതായിരിക്കും. അത് അവർക്ക് എന്തുമാത്രം വിഷമാകുന്നു പിന്നെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ശബ്ദത്തിലൂടെ നിങ്ങളുടെ ദേഷ്യം പുറത്ത് കളയാൻ ശ്രമിക്കരുത്. എന്ത് മോശം സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യുക, നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. അവിടെ ശബ്ദം നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പരീക്ഷ, ദൈവം തരുന്ന പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഒരിക്കലും മോശമാക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളുടെ ശബ്ദം റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിൻ്റെ ആ ഒരു നല്ലതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അതായത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ ഇങ്ങനൊരു യൂസ് നിങ്ങൾക്കുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ തിരികെ നോക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു യൂസ് നിങ്ങൾക്ക് ഉണ്ടാകും ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ നല്ലൊരു കാര്യം വളരെ ബെസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ നോക്കണം. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വളരെ മോശമുള്ള തെറ്റ് ചെയ്തു. നിങ്ങൾ അപ്പോഴും കൺട്രോൾ ചെയ്യുക, പ്രതികരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വ്യക്തി നമുക്ക് നേരെ മോശം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. നമ്മുടെ ആ ഒരു ഭാവിയിൽ വരും നല്ല കാര്യം ആലോചിച്ച് നമ്മൾ പ്രതികരിക്കരുത്. ഈ ഒരു സമയം നിങ്ങൾ ഇമോഷണൽ ആവരുത്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ചീത്ത വാക്കുകൾ, അഴുക്ക വാക്കുകളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനം കൂടും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ടീം വർക്കായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനം കൂടിയാലും നിങ്ങളുടെ കൂടെ ഒരു ടീം ഉണ്ടാകും. ആ ഒരു ടീം ആ ഒരു വർക്കിനെ എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് നിങ്ങളുടെ വർക്ക് ലോഡ് കുറച്ചും കൂടെ കുറയ്ക്കുന്നതായിട്ട് അങ്ങനെ കാണാൻ സാധിക്കുന്നു. അതായത് ജോലി ഭാരം കൂടിയാലും അതിൻ്റെ ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, അയ്യോ ജോലി ഭാരം കൂടിയല്ലോ എന്നുള്ള. ഇനി ഇപ്പോഴും നിങ്ങൾക്ക് തോന്നിയാണ് നിങ്ങളുടെ ബുദ്ധി ആരോ കെട്ടിവച്ചേക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ബുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, നരസിംഹ ഭഗവാന്റെ മന്ത്രങ്ങളുണ്ട്. അത് നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. അതായത് നരസിംഹ ഭഗവാന്റെ കവച മന്ത്രം, ദുർഗാ കവച മന്ത്രം, അതെല്ലാം കേൾക്കുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങൾ ടാരോ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ മേൽ കണ്ടുവയ്ക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നു. ആ വ്യക്തിയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് പറയുന്നത് പോലെ റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് മനസ്സിൽ ക്ലിക്കായിട്ടുണ്ട് റീഡിംഗ് കണ്ടതിന് ശേഷമെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ വ്യക്തിയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വയ്ക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മുടെ ശത്രു ആരാന്ന് നമ്മൾക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അവരോട് അധികം സംസാരിക്കുക, ഡിസ്റ്റൻസ് വയ്ക്കുന്നതാണ് നല്ലത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേപ്പർ ഒപ്പിടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സൈൻ ചെയ്യുക. ഈ ഒരു ഗൈഡൻസും വന്നിട്ടുണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക.
ഇനി വളരെ നല്ലൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത് എത്ര മോശം സാഹചര്യമായാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു സൗണ്ട് കേൾക്കും. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകും. അതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ലൊരു സ്വഭാവം. അതായത് ഇനി പരിസ്ഥിതിയുടെ ആ ഒരു പ്രഭാവം നിങ്ങളെ കൺട്രോൾ ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാം എത്ര മോശം സാഹചര്യമായാലും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ഒരു ഗുരുപൂർണിമയ്ക്ക് ശേഷം നിങ്ങൾ ഒരു പേടിയിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തോ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു പേടി നിങ്ങൾക്കുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കുമെന്ന്. ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ഗുരുപൂർണിമയ്ക്ക് ശേഷം. അതായത് ഒരു കാര്യത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നിങ്ങളെ ആരും സഹായിക്കത്തില്ല എന്നാണ്. ചിലപ്പോൾ ഫൈനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഫ്യൂച്ചറിൽ എനിക്ക് പൈസ ഇല്ലാതെ വന്നാൽ ഞാൻ ആരുടെ ചോദിക്കും. അങ്ങനെയൊക്കെ എന്തോ ഒരു നെഗറ്റീവ് കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പേടിക്കുന്ന മാത്രമല്ല, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും പാടില്ല നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ പറയുകയും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും ചെയ്താൽ അത് സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഇവിടെ ആവശ്യമില്ലാത്തൊരു പേടി നിങ്ങളുടെ മേലുണ്ട്. അത് ഈ ഒരു ഗുരുപൂർണിമയ്ക്ക് ശേഷം ഗുരു ഭഗവാന്റെ ആശീർവാദത്തോടെ അത് മാറുന്നതാണ്. ഇനി പൂർണിമയ്ക്ക് ശേഷം ഒരു രീതിയിലുമുള്ള പേടിയോ ഒന്നും തന്നെ നിങ്ങൾക്കുണ്ടാവില്ല. മറിച്ച് നിങ്ങൾ സെക്യൂറായിട്ട് ഫീൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പൂർണിമയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.